5 പ്രമുഖരുണ്ടെന്ന് ശബരിമല SIT പറഞ്ഞപ്പോൾ ഒരു പ്രമുഖന്റെ വിക്കറ്റ് കൂടി വീഴാൻ പോകുന്നു. അത് മറ്റാരുമല്ല, ഇതുവരെ വളരെ സേഫ് സോണിൽ നിന്ന് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ കളിച്ച് വന്ന രാജു എബ്രഹാം റാന്നി മുൻ MLA. ഇന്നലെ പുറത്തു വന്നിരിക്കുന്ന ചിത്രങ്ങൾ അനുസരിച്ച് രാജു എബ്രഹാം മെഴുകി മറിച്ചിട്ടുണ്ട്. എന്താ സംഭവിച്ചത്? രാജു എബ്രഹാമും ഈ കടകംപള്ളി സുരേന്ദ്രനോടൊപ്പം നിരവധി തവണ ഉണ്ണികൃഷ്ണൻ പോറ്റയുടെ വീട്ടിൽ പോയിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റയുടെ വീട്ടിൽ ചെന്നിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റയുടെ അച്ഛന്, കട്ടിലിരിക്കുന്ന അച്ഛന് കടകംപള്ളി സുരേന്ദ്രനും രാജു എബ്രഹാം സമ്മാനം കൊടുക്കുന്നു. ആ സമ്മാനം കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു ചാനലുകാരൻ രാജു എബ്രഹാമിനെ വിളിച്ചു ചോദിച്ചോ പറഞ്ഞു അത് ശബരിമല വെച്ചാണ് കൊടുത്തത്. അപ്പോഴാണ് ഇത് അടുത്ത ഫോട്ടോ പുറത്തു വരുന്നു. അവിടെ പോയതിന് ശേഷം ശബരിമലയിൽ പൊക്കൂടാത്ത പ്രായത്തിലുള്ള സ്ത്രീയും പോറ്റിയുടെ വീട്ടുകാരും അമ്മയും അച്ഛനും രാജു എബ്രഹാമും കടകംപള്ളി സുരേന്ദ്രനും എല്ലാം കൂടെ നിൽക്കുന്ന ഫോട്ടോ ഇതാ പുറത്തു വരുന്നു. അപ്പോൾ വീണ്ടും രാജു എബ്രഹാം എനിക്ക് അൾഷിമേഴ്സായി അങ്ങേർക്ക്, എനിക്കിത് ഓർമ്മയില്ല, എന്നാണെന്നറിയില്ല. അഥവാ ആണെങ്കിൽ തന്നെ ഞാൻ കടകംപള്ളി സുരേന്ദ്രനോടൊപ്പം അവിടെ ശബരിമലയ്ക്ക് കടകംപള്ളി പോകാൻ സമയത്ത് വണ്ടിയിൽ കൂടെ കയറിയപ്പോൾ ഞാനൊന്നറിയാതെ എൻ്റെ കാൽ അവിടെ എത്തിയപ്പോൾ ഡ്രൈവറുടെ കാലൊന്ന് ബ്രേക്കിൽ ചവിട്ടിയപ്പോൾ അവിടെ പുളിമാത്ത് വഴി പോയപ്പോൾ, പുളിമാത്ത് വഴിയാണ് പോകാൻ പറ്റുക കിളിമാനൂർ, അതാണ് എളുപ്പം ശബരിമല പോകാൻ തിരുവനന്തപുരത്ത് നിന്ന്. അപ്പോൾ പുളിമാത്ത് വഴി പോയപ്പോൾ വണ്ടി ഒന്ന് റൈറ്റ് ടേൺ എടുത്ത് അവിടെ വിക്രമൻ നായരുടെ വീട്ടിൻ്റെ അടുത്ത്, വിക്രമൻ നായരാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തു കൊടുക്കുന്നത്, മറ്റൊരു സാക്ഷി, വിക്രമൻ നായരുടെ വീട്ടിൻ്റെ അടുത്ത് ചെന്നപ്പോൾ വണ്ടി അറിയാതെ ഒന്ന് ചവിട്ടി. എന്തായാലും ചവിട്ടിയതല്ലേ എന്ന് വിചാരിച്ച് ഡോറ് തുറന്ന് ഞാനൊന്ന് പുറത്തിറങ്ങി. ഡോർ തുറന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അതപ്പോൾ ഇറങ്ങാനും എളുപ്പമായി ഇറങ്ങി. അപ്പോൾ അച്ഛൻ ഇരിക്കുന്നു. ഞാൻ അവിടെ നിന്ന് തന്നെ ഒരു ചെറിയ പൊതി അപ്പോൾ തന്നെ ഈ ഇതിൽ വരുത്തി, സ്വിഗ്ഗിക്കാരിൽ നിന്ന് വരുത്തി കൊടുത്തു. എന്തോന്നടേ ഈ പറയുന്നത്? ജില്ലാ സെക്രട്ടറി അല്ലേ താങ്കൾ? CPM ജില്ലാ സെക്രട്ടറി അല്ലേ താങ്കൾ? എന്തോന്നാണ് ഈ തെമ്മാടിത്തരങ്ങൾ പറയുന്നത് വന്നിരുന്നിട്ട്? താങ്കൾ നിരവധി തവണ MLA ആയല്ലേ? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ രാജു എബ്രഹാം എന്ന് പറയുന്ന ആളിനെ വളരെ സാത്വികനായിട്ട് കണ്ടിരുന്നത്. ഞാൻ പലപ്പോഴും ആലോചിച്ചു ഇയാൾ എങ്ങനെ CPM പോയി പ്രവർത്തിക്കാൻ പറ്റും. വളരെ സാത്വികനാണ്. ചാനൽ ചർച്ചയിലൊക്കെ വന്നാലും ഇൻക്ലൂസീവായിട്ട് മറ്റുള്ളവരെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കുന്ന, വളരെ സാത്വികനായി സംസാരിക്കുന്ന ആളാണ് രാജു എബ്രഹാം. ഒരു ഗ്രൂപ്പിൻ്റെ പുറത്ത് മന്ത്രിസ്ഥാനം പോയതാണ്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പിണറായിയുടെ ഗ്രൂപ്പിൽ അല്ലായിരുന്നു, അച്യുതാനന്ദ ഗ്രൂപ്പിലായിരുന്നു, അല്ലെങ്കിൽ മന്ത്രിയാവേണ്ട ആളായിരുന്നു, അല്ലെങ്കിൽ സ്പീക്കർ. കഴിഞ്ഞ പ്രാവശ്യം രാജു എബ്രഹാം സ്പീക്കർ എന്ന് പലവട്ടം പറഞ്ഞതാണ്. എല്ലാവരും പറഞ്ഞു രാജു എബ്രഹാം സ്പീക്കറാവും അല്ലെങ്കിൽ മന്ത്രിയാവും. പക്ഷേ അച്യുതാനന്ദ ഗ്രൂപ്പ് ആയതുകൊണ്ട് ആയില്ല. പിന്നെ നിങ്ങൾ ഏതിൽ ഗ്രൂപ്പിൽ പോയി? പിണറായി ഗ്രൂപ്പിലേക്ക് പോയി. പക്ഷേ പോയപ്പോൾ സമ്മതിച്ചു പോയി. അതുകൊണ്ട് നിങ്ങൾ ജില്ലാ സെക്രട്ടറി ആയി. നിങ്ങൾ എന്തൊരു കള്ളമാണ് പറയുന്നത്? ഈ അയ്യപ്പ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? അത് മാത്രമല്ല, ഈ ഫോട്ടോകൾ പുറത്തുവിടുന്ന ആരാണ്? അകത്ത് നടന്ന പരിപാടി, അകത്ത് നടന്ന ഫോട്ടോ എടുക്കൽ, ഈ ഫോട്ടോ പുറത്തുവിടുന്നത് ആരാണ്? അപ്പോൾ നല്ല രസകരമല്ലേ കാര്യങ്ങൾ? വളരെ മനോഹരമായിട്ടില്ലേ കാര്യങ്ങൾ? അപ്പോൾ രാജു എബ്രഹാം അറസ്റ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ 5 പേരെന്ന് പറഞ്ഞതിൽ രാജു എബ്രഹാമും കൂടി വന്നിട്ടുണ്ട്. ഇനിയാണ് അടുത്ത കഥ. അടൂർ പ്രകാശും നിരവധി തവണ അവിടെ പോയിട്ടുണ്ട്. ചുമ്മാ പോയതാണ്. അതുവഴി പോകുമ്പോൾ നമ്മൾ നമ്മൾ ഈ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു വഴിയോര കടയുണ്ട്. നിലമേലിന് മുമ്പേ കിളിമാനൂർ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവിടെ ഒരു വഴിയോര കടയുണ്ട്. ഒരു നദിയുടെ തീരത്താണ്, ഒരു ആറ്റിൻ്റെ തീരത്താണ് ഇത് വെച്ചിരിക്കുന്നത്. പക്ഷേ മനോഹരമായ ഫുഡായതുകൊണ്ട് വൻകിട ആളുകളെല്ലാം വണ്ടി നിർത്തി അവിടെ ഫുഡ് കഴിക്കും. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഈ മോര് കിട്ടുന്ന കടയുണ്ട്, നല്ല നാരങ്ങ വെള്ളം കിട്ടുന്ന കടയുണ്ട്, നല്ല ഓംലെറ്റ് കിട്ടുന്ന തട്ട്. ഇത് പലർക്കും ഈ സ്ഥിരം യാത്ര ചെയ്യുന്നവർക്ക് ഇതൊക്കെ അറിയാമായിരിക്കും. അവരവിടെയൊക്കെ അറിയാതെ ചവിട്ടി പോണതാണ് വണ്ടി, ബ്രേക്ക് ചവിട്ടി. അതുപോലെ പുളിമാത്ത് പോറ്റിയുടെ വീട് വഴി പോകുമ്പം കടകംപള്ളിയുടെ കാറും ഡ്രൈവറും ഈ രാജു എബ്രഹാമിൻ്റെ കാറും അടൂർ പ്രകാശിൻ്റെ കാറും ഒക്കെ അറിയാതെ ഒന്ന് ചവിട്ടിപ്പോവും. എന്തൊരു ഉളുപ്പ് വേണം ഒരു സമൂഹത്തോട് വന്ന് പറയുന്നതേ, എന്തൊരു കഷ്ടമാണ്. അപ്പോൾ എന്തായാലും രാജു എബ്രഹാം ഇനിയിപ്പോൾ എന്താണ് മെഴുകി മറിക്കുന്നതെന്നറിയില്ല. ഉരുണ്ട് പോയി. അപ്പോൾ അദ്ദേഹം വളരെ മോശമായിട്ടുണ്ട്. ഇന്ന് രാവിലെ ഒരു ചാനലിൽ വന്ന് അദ്ദേഹം വളരെ മോശമായിട്ടുണ്ട്. അദ്ദേഹം പലവട്ടം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹമാണോ ഇനി നമ്മുടെ കടകംപള്ളി സുരേന്ദ്രനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്? പത്മകുമാർ, രാജു എബ്രഹാം, കടകംപള്ളി സുരേന്ദ്രൻ, N വാസു, ഈ ഒരു ത്രയം, പിന്നെ KP ശങ്കരദാസ്, പിന്നെ വിജയകുമാർ, ഇവർ ഒരു വലിയ വള്ളം തന്നെ കയറ്റാനുള്ള ആളുകളുണ്ട്. 13 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു. ഇനിയും 35 പേരുടെ പേരാണ് ED എടുത്തിരിക്കുന്നത്. അപ്പോൾ ED വളരെ വലിയ മുറുക്കൽ ഇന്നലെ നടത്തിയിട്ടുണ്ട്. 1,30,00,000 രൂപയാണ് നമ്മുടെ പോറ്റിയുടെ ഫണ്ട് ഇന്നലെ ED മരവിപ്പിച്ചത്. അതുപോലെ തന്നെ പിന്നെ ഗോവർദ്ധൻ്റെയും
ഭണ്ഡാരിയുടെയും ജുവലറികളിൽ നിന്നും അവരുടെ വീടുകളിൽ നിന്നുമൊക്കെ സ്വർണം എടുത്തുകൊണ്ട് പോയിട്ടുമുണ്ട്. അപ്പോൾ വളരെ വലിയ പിന്നെ രേഖകൾ, ധാരാളം രേഖകൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. നേരിട്ടല്ല പണം കൈമാറിയിരിക്കുന്നത്. ബിനാമികൾക്ക് കൊടുത്ത് 4-5 ബിനാമി കഴിയുമ്പോഴാണ് പ്രധാനപ്പെട്ട ആളിൻ്റെ കയ്യിൽ പൈസ കിട്ടിയിരിക്കുന്നത്. അതെല്ലാം ഇന്നലെ പൊക്കിയിട്ടുണ്ട് ഇ ഡി. അപ്പോൾ ഇ ഡിയും കുറേ അടുത്ത് പൊക്കുന്നു, SITയും പൊക്കുന്നു. അപ്പോഴാണ് എല്ലാ ഡിജിറ്റൽ തെളിവുകളുമുള്ള കാലത്ത് രാജു എബ്രഹാമിനെ പോലുള്ള ആളുകൾ വന്ന് ഇങ്ങനെ പച്ചയ്ക്ക് കള്ളം പറയുന്നത്. ഇതിൻ്റെ അതൊരു ഗതികേട് എന്താണെന്നറിയാമോ? ഏറ്റവും വലിയ ഗതികേട്, രാജു എബ്രഹാമും സംഘവും കൂടി ശബരിമലയിലെ സ്വത്ത് കൊള്ളയടിച്ചോ, അത് വേറെ കൊള്ള സംഘം. അല്ലെങ്കിൽ പിന്നെ രാജു എബ്രഹാം MLA ആയിരുന്നു, ജില്ലാ പാർട്ടി, അതല്ല വിഷയം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ജില്ലാ സെക്രട്ടറി ആണെന്നുള്ളതാണ് കാലത്തിൻ്റെ ഒരു ഗതികേട്. ഇങ്ങനെയുള്ള അപസർപ്പങ്ങളെയും പിന്നെ ഇങ്ങനെയുള്ള അപസർപ്പ കഥകൾ പറയുന്നവരെയും ഇങ്ങനെയുള്ള പേക്കോലങ്ങളെയും ഒക്കെ പേർന്ന ഒരു പാർട്ടി എന്ത് പാർട്ടിയാണ് എന്നുള്ളതാണ് വളരെ ഗൗരവതരമായ ചോദ്യം. ശബരിമല അയ്യപ്പൻ്റെ സ്വത്ത് പത്തനംതിട്ടയിൽ ഇരുന്നുകൊണ്ട് അടിച്ചു മാറ്റിയ, അതിനെല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഫ്രണ്ടിൽ നിർത്തി സകലവരും ചുറ്റിൽ നിന്ന് തീയിട്ട് മാക്സിമം വാങ്ങിക്കൊണ്ട് പോയി. ഇനി കടകംപള്ളി സുരേന്ദ്രൻ തന്നെ ഒരു പ്രാവശ്യമേ പോയിട്ടുള്ളൂ എന്ന് കള്ളം പറഞ്ഞു. 2 പ്രാവശ്യം തന്നെ കണ്ടതായിട്ട് വിക്രമൻ നായർ തന്നെ പറയുന്നു. അദ്ദേഹം തന്നെ 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കാണാത്തപ്പോഴോ ഇനി ബാംഗ്ലൂരിൽ ഒരു ഹോട്ടലിൽ ഇരിക്കുന്ന ഫോട്ടോ പുറത്തു വന്നു. അപ്പോൾ പറഞ്ഞു അത് തമാശയ്ക്ക് ചുമ്മാ കാപ്പ് കുടിക്കാൻ ചെന്നപ്പോൾ അവിടെ ഉണ്ണികൃഷ്ണൻ. ഇതൊരു കോയിൻസിഡൻസ് ആണെന്നറിയാവോ? ഇതൊരു രസകരമാണെന്നറിയാവോ? ഞാൻ കാപ്പ് കുടിക്കാൻ പോയപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കാപ്പ് കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് ഒരു കോഫി ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊരു ഗതികേടാണ്. എത്ര പേരാണ് കൂടെ ഇരിക്കുന്നത്? ഗോവർദ്ധൻ കൂടെ ഇരിക്കുന്നു, ഭണ്ഡാരി കൂടെ ഇരിക്കുന്നു പലയിടത്തും, പിന്നെ ഈ രാജു എബ്രഹാം കൂടെയുണ്ട്, പല സ്ഥലങ്ങളിലും പല ആളുകളാണ് കൂടെ ഇരിക്കുന്നത്. അപ്പോൾ ഒരു ഗൂഢാലോചന നടത്താതെ, ഒരു പങ്കുവെപ്പുമില്ലാതെ, ഒരു പങ്കുപറ്റലുമില്ലാതെ ഇങ്ങനെ അങ്ങ് പോവോ ഈ കാര്യങ്ങൾ? ഒരു സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ രാജു എബ്രഹാമിനാണ് അടുത്ത അറസ്റ്റിൽ. അതുപോലെ അറസ്റ്റ് ചെയ്യേണ്ട ആളാണ് കടകംപള്ളി സുരേന്ദ്രൻ. കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ രൂപം ഇനി പുറത്തു വരാൻ സാധ്യതയുള്ളൂ. അതുപോലെ തന്നെ PS പ്രശാന്ത്. അപ്പോൾ ഇനി അടുത്ത അറസ്റ്റിന് നിൽക്കുന്ന 2 പേരെന്ന് വിചാരിച്ചു. മൂന്നാമൻ കൂടി കയറി വന്നിട്ടുണ്ട്, രാജു എബ്രഹാം. CPMൻ്റെ ജില്ലാ സെക്രട്ടറി, ദീർഘകാലം റാന്നി MLA ആയിരുന്നു. മന്ത്രിയോ സ്പീക്കറോ ആകാൻ യോഗ്യത ഉണ്ടായിട്ടും ആകാത്ത സ്കോപ്പിലാണ്, ആ ഏരിയയിലാണ് വീണ ജോർജ് കയറി വന്നത്. ഒരു പള്ളിക്കാരുടെ കെയർ ഓഫിൽ വീണ ജോർജ് കയറി വന്നപ്പോൾ ക്രിസ്ത്യാനി കൂടിയായിട്ടുള്ള രാജു എബ്രഹാമിന് സ്ഥാനം അടയുകയും ചെയ്തു. ഇനി എളുപ്പവുമല്ല. അപ്പോഴാണ് ഇതാ ചിത്രങ്ങളുടെ പരമ്പര. രാജു എബ്രഹാമും ശബരിമലയിൽ പോയിക്കൂടാത്ത പ്രായത്തിലുള്ള സ്ത്രീയും അമ്മയും കുഞ്ഞുകുട്ടി പരാധീനങ്ങളും എല്ലാം കൂടി നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നു. രാജു എബ്രഹാം ബ്ലിങ്.